ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASAP അക്കാഡമി. എല്ലാവർക്കും ASAP അക്കാഡമി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നമ്മുടെ കുറെ പേർക്കുള്ള ഒരു സംശയമായിരിക്കും, നമുക്ക് അടുപ്പിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കുറച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ടല്ലേ ഡിഗ്രി ലെവലിൽ. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം വരുമ്പോൾ ഇതിന്റെ പ്രിലിംസ് എക്സാം നമുക്ക് എന്നത്തേക്ക് കാണും, അതിന്റെ അറിയിപ്പുകൾ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കോർപ്പറേഷൻ അസിസ്റ്റന്റ് മാത്രമല്ല, നമുക്ക് മറ്റു ചില പോസ്റ്റുകളുടെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുണ്ടല്ലേ. നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് അടക്കമുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ട് ഒരു പ്രിലിംസ് എക്സാം എന്നത്തേക്ക് നടക്കും, നമുക്ക് എന്നത്തേക്ക് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ, നമുക്ക് പ്രധാനമായിട്ടും എത്രയാണ്, ഓൾമോസ്റ്റ് 11 വേക്കൻസീസ് ആണ്, 11 പോസ്റ്റുകളിലേക്കാണ് നമുക്ക് ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് നടക്കുന്നത്, ഡിഗ്രി പ്രിലിംസ് വരാൻ പോകുന്നത്. സോ ഏകദേശം 11ഓളം പോസ്റ്റുകളിലേക്ക് കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇന്ത്യ ആയിട്ട് പോകുന്നത്, അപ്കമിങ് ഡിഗ്രി ലെവൽ പ്രിലിംസ് നമുക്ക് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളാണ് നോട്ട് ചെയ്യാം. നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരും, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരും, കോർപ്പറേഷൻ അസിസ്റ്റന്റ് വരും, എക്സൈസ് ഇൻസ്പെക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, NSBCID പോസ്റ്റുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് വരുന്ന വേക്കൻസീസ് എന്ന് പറയുന്നതിൽ ഇത്തവണത്തെ പ്രിലിംസിന് വരുന്നത്. അപ്പൊ ഇതടക്കം ഏകദേശം 10-11 പോസ്റ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ പ്രിലിംസ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൽ ചില വേക്കൻസീസ് എന്താണ്, ചില പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. കമ്പനി ബോർഡും അതുപോലെ കോർപ്പറേഷനും എല്ലാം നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇതുപോലെ ചില പോസ്റ്റുകളിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അറിയേണ്ട ഒരു കാര്യം, ഇത്തരം പല പോസ്റ്റുകളിലായിട്ട് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു വരുന്ന ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലെ. എത്രത്തോളം വേക്കൻസീസ് വരും എന്നുള്ള നമുക്ക് റഫായിട്ടൊന്ന് കണക്കൂട്ടി നോക്കാമല്ലോ. എത്രത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. കമ്പനി ബോർഡ് അല്ലെ കോർപ്പറേഷൻ കൂടെ ചേർത്ത് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 4000+ വേക്കൻസീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4000+ വേക്കൻസീസ് നമുക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഓരോ പോസ്റ്റുകളും വരുമ്പോൾ യൂണിവേഴ്സിറ്റി നമുക്കൊരു എന്തായാലും ഒരു 200+ ആണ്. ഇപ്പോഴത്തെ അഡ്വൈസ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു 230ഓളം വേക്കൻസി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു തവണത്തെ അഡ്വൈസ് ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് പോയിട്ടുണ്ട് അല്ലെ. സെറ്റ് അല്ലേ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ വരുമ്പോൾ ഏകദേശം ഒരു 35 അഡ്വൈസ് വരെയൊക്കെയാണ് ലാസ്റ്റ് നമുക്ക് പോയത്. 35+ അഡ്വൈസ് ആണ് ലാസ്റ്റ് നമുക്ക് പോയിരിക്കുന്നത്. എക്സൈസ് വരുമ്പോൾ ഒരു 120 സംതിങ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും പോസ്റ്റുകളിലായിട്ട് നമുക്ക് എത്ര വേക്കൻസീസ് വരുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ഇതിനെല്ലാം അനുസരിച്ച് അതിന്റെ അധികമുള്ള ആളുകൾ എന്ത് ചെയ്യുകയും ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലെ. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഒരുപാട് പേർക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണ് ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും എക്സാമുകൾ, ഇത്രയും വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള എക്സാംസ് ആണ് നമുക്ക് നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള അറിയെങ്കിൽ നമുക്കറിയാലോ, ഓൾറെഡി ഇപ്പൊ വന്നിരിക്കുന്ന ലിസ്റ്റുകളുടെയൊക്കെ കാലാവധി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. ഫോർ എക്സാമ്പിൾ കമ്പനി ബോർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം മാർച്ച് 2027 വരെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിന്റെയൊക്കെ കാലാവധി വരുന്നുള്ളൂ. മാർച്ച് 2027 വരെയൊക്കെയാണ് അല്ലെ. അതായത് 2027 ഇതിന്റെ പലതിന്റെയും ലാസ്റ്റ് ലിസ്റ്റും കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ഒരെണ്ണം മാത്രം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കമ്പനി ബോർഡ് നോക്കുകയാണെങ്കിൽ, കോർപ്പറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാർച്ച് 2027 ആകുമ്പോഴത്തേക്ക് എന്താണ്, നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി കഴിയാണ്. അതുപോലെയാണ് നമ്മൾ ഈ പഠിക്കുന്ന പല എക്സാമുകൾ, എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, സ്റ്റിൽ ആ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി, റഫ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഓർക്കാം. മാർച്ച് 2027 ആദ്യം ആകുമ്പോഴത്തേക്ക് തന്നെ പല പ്രധാനപ്പെട്ട ലിസ്റ്റുകളുടെയും എന്ത് ചെയ്യുന്നുണ്ട്, കാലാവധി കഴിയുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത മെയിൻസ് ലിസ്റ്റ് വരണ്ടേ. ആ ഒരു മാർച്ച് 2027 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പല എക്സാമുകളുടെയും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഇപ്പോൾ കമ്പനി ബോർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർച്ച് 2027 കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത മെയിൻ ലിസ്റ്റ് വരണം അല്ലെ. അപ്പൊ അടുത്ത മെയിൻ ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അതിന് മുൻപേ മെയിൻസിന്റെ എക്സാം അടക്കണ്ടേ. ഒരു 3-4 മാസം മുമ്പെങ്കിലും നമുക്ക് എന്ത് നടക്കണം, ഒരു മെയിൻസിന്റെ എക്സാം അടക്കണം. അതായത് 2026 ലാസ്റ്റോട് കൂടി, അവസാനത്തോടു കൂടി നമുക്ക് എന്ത് കംപ്ലീറ്റ് ആയിരിക്കണം, മെയിൻസ് കംപ്ലീറ്റ് ആയിരിക്കണം അല്ലെ. മെയിൻസ് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കണം ഡിഗ്രി ലെവലിലെ പ്രധാനപ്പെട്ട എക്സാമുകളുടെ. അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് ഏകദേശം ഏത് ടൈമിൽ തന്നെ നടന്നേ പറ്റൂ. 2026 പകുതിക്ക് മുൻപായിട്ട് നമുക്ക് എന്ത് നടന്നിരിക്കണം, പ്രിലിംസ് നടന്നിരിക്കണം. സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രിലിംസ് എന്ത് ചെയ്യാം, മാക്സിമം ടൈം പീരീഡ് എന്ന് പറയുന്നത് 2026 ഒരു മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ഈ ഒരു പ്രിലിംസ് പോകില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ലാസ്റ്റ് എൻഡ് ഡേറ്റ് പറയുന്നുള്ള അറിയാം. നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഒരു ടൈം ഗ്യാപ്പിൽ വരുന്നുണ്ട്, ഇലക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ എല്ലാം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള സംഭവം ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞിട്ട് മാക്സിമം ടൈം ലിമിറ്റ് ചെയ്യാൻ പറയുന്നത്, ഇല്ലെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ഏതുവരെ നീണ്ടുപോവാം, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ പ്രിലിംസ് എന്ത് ചെയ്യില്ല,
നീണ്ടു പോകില്ല. ക്ലിയർ ആണോ? കാരണം ഇത്രയും അപ്പൊ അതിന് മുൻപായിട്ട് എന്ത് വരും നമുക്കറിയാലോ, യൂണിവേഴ്സിറ്റിന്റെ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാനുമായിട്ടുണ്ട്. എന്തായാലും ഈ എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ വരാതെ നമുക്ക് പ്രിലിംസ് നടക്കുമോ? ഇല്ല. പ്രധാനപ്പെട്ട ഒരുപാട് എക്സാമ്പിൾ ഓൾറെഡി നമുക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ അത് കൂടാതെ ഇനിയും പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അഡ്വൈസസും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരാനായിട്ടുണ്ട്. അപ്പൊ ആ പ്രധാനപ്പെട്ട എക്സാമുകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ ഈ ഒരു ടൈം പീരീഡിന് മുൻപ് തന്നെ എന്ത് ചെയ്യും, 2026 ആദ്യമൊക്കെ തന്നെ എന്ത് ചെയ്യും, വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ എല്ലാം കോമൺ പ്രിലിംസ് ഈ ഒരു ടൈം പീരീഡിന് മുൻപായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, മാക്സിമം ടൈം പീരീഡ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്, ഇതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പൊ ഈ ഒരു ടൈം പീരീഡിന് അത് നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ത് ചെയ്യുകയും ചെയ്യും, കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. എങ്കിലേ കറക്റ്റ് സമയത്ത് മെയിൻസ് നടക്കൂ, കറക്റ്റ് സമയത്ത് നമുക്ക് എന്തും വരൂ, നമുക്ക് ഈ പറയുന്ന പോലെ കറക്റ്റ് നോട്ട് അടുത്ത ലിസ്റ്റും കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ 2027 ആയത്തോടുകൂടി മെയിൻസ് ലിസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കുള്ള പ്രിലിംസിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ടൈമാണ്. പഠിച്ചു തുടങ്ങണം. നമുക്കറിയാം പ്രിലിംസിന്റെ കോമൺ സിലബസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എഴുതാൻ പോകുന്ന എല്ലാ എക്സാമുകളുടെയും മെയിൻസിന്റെ സിലബസ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. ചിലതിന്റെയൊക്കെ അറിയാം. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഡിഗ്രി ലെവൽ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പ്രിലിംസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പഠനം ഉണ്ടോ? ഇല്ല. കാരണം ഈ മാസങ്ങളിലൊക്കെ പ്രിലിംസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ 2 അല്ലെങ്കിൽ 3 മാസത്തിന്റെ മാക്സിമം 2 മാസം അല്ലെങ്കിൽ 3 മാസം അതിനകത്ത് എന്ത് നടക്കുകയാണ്, മെയിൻസ് നടക്കുകയാണ്. മെയിൻസിന്റെ പഠനം നമ്മൾ 3 മാസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ മതിയോ? പോരാ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, പല കാര്യങ്ങളും ഇപ്പൊ ഈവൻ ലാംഗ്വേജ്, നിങ്ങളിപ്പോ ഇംഗ്ലീഷ് എടുക്കുക അല്ലെങ്കിൽ മലയാളം എടുക്കുക, ഇംഗ്ലീഷ് അതുപോലെ മലയാളം, പിന്നെ നമുക്ക് ഈ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഒരേ സെയിം സിലബസ് ആണ് അല്ലെ. പ്രിലിംസിനൊന്നും അല്ലെങ്കിൽ മെയിൻസിനൊന്നും പറയുന്ന സിലബസ് ഇല്ല. അപ്പൊ നമ്മൾ എപ്പോഴും മെയിൻസിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതിനും കൂടെ വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാണ്, അവിടെ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് അല്ലെ. പ്രിലിംസിന് വേണ്ടി നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സെപ്പറേറ്റ് ഒരു പഠനമല്ല അവിടെ ആവശ്യം. നമ്മൾ എങ്ങനെ പ്രിലിംസ് മെയിൻസിന് പഠിക്കുന്നു അത് പ്രിലിംസിലേക്കും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. പ്രിലിംസിന് മാത്രം വേണ്ട കുറച്ച് ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്, അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ്ട്രാ ഫോക്കസ് കൊടുത്ത് പഠിച്ചാൽ മതി. അപ്പൊ പഠിച്ചു തുടങ്ങണം. കാരണം ഒരുപാട് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു. പ്രധാനപ്പെട്ട കമ്പനി ബോർഡ് ആണെങ്കിലും കോർപ്പറേഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനിയും നമ്മൾ പഠിക്കാതെ സമയം കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഡിഗ്രി ലെവലിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പ്രിലിംസ് ഒക്കെ അതിന്റെ കൂട്ടത്തിൽ സൈഡിൽ നമുക്ക് പൊക്കോളും അല്ലെ. നമ്മൾ ആ പ്രിലിംസിനും കൂടെ തന്നെയാണ്, മെയിൻസ് നോക്കുമ്പോൾ പ്രിലിംസിനും കൂടെ തന്നെ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് അല്ലെ. അപ്പോ പഠനം തുടങ്ങേണ്ട ടൈമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ പോലെ നമുക്ക് കമ്പനി ബോർഡ് കോർപ്പറേഷൻ മാത്രം 4000+ വരുന്നെടുത്ത് ഇത്രയും വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇത്രയും പോസ്റ്റുകളിലായിട്ട് അല്ലെ. അപ്പോ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ഡിഗ്രി ലെവലിൽ ഈ അടുത്തൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല, കിട്ടാനായിട്ട് പോകുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്ക് എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്ക് അറിയാമല്ലോ, വേക്കൻസീസ് ഭയങ്കര ഡ്രോപ്പ് ആയിരുന്നു. പക്ഷേ ഈ വർഷം കമ്പനി ബോർഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ഒരു കാരണവശാലും വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഉടനെ ഇതുപോലെ വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. കുറച്ചൊരു ടൈം ഗ്യാപ്പ് എടുക്കും അല്ലെ. അപ്പോൾ പലരുടെയും ലാസ്റ്റ് ചാൻസ് ആയിട്ട് വരുന്നവരും ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഫ്രഷേഴ്സിനും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വേണ്ടിയുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ച് ASLB അക്കാഡമി സ്റ്റാർട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് ആണെങ്കിലും എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, SBCID, ഇതെല്ലാം കൂടെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇങ്ങനത്തെ ഡിഗ്രി ലെവൽ എക്സാമുകളിലേക്ക് എല്ലാം ഉള്ള അഡ്മിഷൻസ് നമ്മുടെ ASLB അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അറിയില്ല, ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ 10th ലെവൽ +2 ലെവൽ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ. സിലബസിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസും കുറെ കൂടെ ഡീപ്പായിട്ടുള്ള പഠനവും ഇന്റഗ്രേറ്റഡ് ഉള്ള പഠനവും എല്ലാം നമുക്ക് കമ്പൽസറി ആണ്. അപ്പോൾ ആ ഒരു ഇതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് എങ്ങനെയാണോ, നിങ്ങളുടെ ടൈം എങ്ങനെയാണോ, അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സെക്ഷൻസ് ലൈവും റെക്കോർഡും ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഒരു പ്രശ്നമായിട്ട് വരികയില്ല. അത് കൃത്യമായിട്ട് ചാർട്ട് ചെയ്യാനും നിങ്ങളുടെ ടൈം അനുസരിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്താനും എല്ലാമായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ സപ്പോർട്ട് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ടോപ്പിക് സെക്ഷൻസ് നമ്മൾ ഏർലി കവറേജ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് ഏർലി കവറേജ് കഴിഞ്ഞിട്ട് നമ്മൾ റിവിഷൻ നല്ല രീതിയിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതുപോലെ കറന്റ് അഫേഴ്സ് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിൽ നിങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അപ് ടു ഡേറ്റ് ആയിട്ട് കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതൊരു റിവിഷനായിട്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ആൻഡ് നമ്മുടെ SCRT സെക്ഷൻസും സ്പെഷ്യൽ ടോപ്പിക്സും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഈ ഒരു ലൈവ് എൻഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ വെയിറ്റ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നമ്മുടെ നമ്പർ സ്ക്രോളിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്പർ കാണാനായിട്ട് പറ്റും. അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും പഠനം എത്രയും പെട്ടെന്ന് തുടങ്ങുക.
നമുക്ക് ഒരുമിച്ച് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം. സോ ഇതിന്റെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളുമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് ഓൾ ദ ബെസ്റ്റ്, സി യു.